പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് ആർട്ട് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, വർക്ക് എഡ്യൂക്കേഷൻ എന്നീ തസ്തികകളിലേക്ക് പാർട്ട് ടൈം ഇൻസ്ട്രക്ടർമാരുടെ നിയമനത്തിന് അതതു മേഖലകളിലെ അധ്യാപകർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല എന്നാണ്. B.Ed, TTC യോഗ്യതയുള്ളവർക്കും ഇത്തരം വിഷയങ്ങൾ പഠിപ്പിക്കാം. ഈ ഉത്തരവ് പ്രകാരം മലപ്പുറം ജില്ലയിൽ നിയമനങ്ങളും നടന്നുകഴിഞ്ഞു. 16 കായിക അധ്യാപകരെ പുതുതായി എടുത്തതിൽ 10 പേരും ഹിന്ദി, സംസ്കൃതം, അറബി, ഉറുദു അധ്യാപകരാണ്. കായിക രംഗത്ത് ഉന്നത പഠനം കഴിഞ്ഞു നിൽക്കുന്ന നിരവധി പേരെ ഒഴിവാക്കിയാണ് ഈ രംഗത്ത് പരിചയമില്ലാത്തവരെ നിയമിച്ചത്. കാരണം അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി, സ്പോർട്സ് മെഡിസിൻ ഇതുപോലെയുള്ള സബ്ജക്റ്റുകൾ പഠിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കായിക അധ്യാപകരായി മാറിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഒരു B.Ed, TTC കഴിഞ്ഞ അധ്യാപകരെ കായിക അധ്യാപകരായി നിയമിച്ചുകൊണ്ടുള്ള ഈ ബന്ധപ്പെട്ട അധികാരികളുടെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായും വളരെയധികം വേദനാജനകമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള വിദ്യാഭ്യാസവും ലഭ്യമാക്കണം. SSA വഴി 14,500 രൂപ ശമ്പളവും ലഭിക്കും. ഈ സ്ഥാനങ്ങളിലേക്കാണ് അധ്യാപക ബാങ്കിൽ നിന്നുള്ളവരെ നിയമിക്കുന്നത്. അധ്യാപക ബാങ്കിലുള്ളവരെ സംരക്ഷിക്കാനാണ് നടപടിയെന്നാണ് സർക്കാർ വാദം. എന്നാൽ കുറച്ചു ദിവസം മാത്രം പരിശീലനം നൽകി കലാകായിക രംഗത്തേക്ക് ഇറക്കിവിടുന്നത് ഈ രംഗത്തെ തകർക്കും. സർക്കാർ നടപടിയിൽ വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. 6 വർഷമായിട്ട് ഞാൻ സാറിന്റെ കീഴിലാണ് പ്രാക്ടീസ് ചെയ്യണം. സാർ NIC ഒക്കെ കഴിഞ്ഞിട്ട് പല കോഴ്സുകൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് സാർ. അപ്പോൾ സാറിന്റെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ വെച്ച് ഡിഫറെൻ്റ് ആണ്. കലാകായിക അധ്യാപക വിദ്യാർത്ഥി അനുപാതവും കേരളത്തിൽ വളരെ കൂടുതലാണ്. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം എല്ലാ അറിവും എല്ലാവരിലും എത്തിക്കണമെന്ന് പറയുമ്പോൾ ഗുണനിലവാരമില്ലാതെ എത്തിക്കുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. ഈ കുട്ടികൾ നാളെ കായിക ലോകത്തെ പ്രതിഭകളായി തീർന്നേക്കാം. അതിന് മികച്ച രീതിയിലുള്ള പരിശീലനം ആവശ്യമാണ്. കായിക ബന്ധമില്ലാത്ത അധ്യാപകരുടെ പരിശീലനം മൂലം ഇതുവരെ കേരളം നേടിയെടുത്ത കായിക രംഗത്തെ എല്ലാ നേട്ടങ്ങളും ഇല്ലാതാക്കും. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനോടൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.